തിരുവല്ല പുളിക്കീട് ബിവറേജസ് ഗോഡൌണിൽ വൻ അഗ്നിബാധ. അഗ്നിരക്ഷാ സേനയെത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ്. എ വി ജയശങ്കർ ചേരുന്നു. തീ അണയ്ക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ ആദ്യം കാണുക. ഇതാണ് ഈ ഗോഡൌൺ തീ പിടിച്ചുകൊണ്ടായ സംഭവം. എ വി ജയശങ്കർ ചേരുന്നു. എ വി ജയശങ്കർ, തീ പിടിക്കുന്നതിന്റെ പ്രാഥമിക കാരണം എന്താണെന്ന് വ്യക്തമായോ? SKN 8 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ വലിയൊരു അഗ്നിബാധ ഈ ബിവറേജിന്റെ ഈ സംഭരണ കേന്ദ്രത്തിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ തോതിലുള്ള തീപിടുത്തമാണ്. കെട്ടിടം ഏറെക്കുറെ പൂർണ്ണമായി കത്തിയമർന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവല്ലയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗോഡൌണിന്റെ പിൻവശത്ത് വെൽഡിംഗ് വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. ചില മെയിൻ്റനൻസിന്റെ ഭാഗമായി ഇതിൽ നിന്ന് തീ പടർന്നതെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ. ഈ കാര്യത്തിലൊക്കെ തന്നെ ഒരു അന്വേഷണം വേണം. പക്ഷേ പ്രാഥമികമായി ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സ് ഇവിടുത്തെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ തിരുവല്ലയിൽ നിന്നുള്ള ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നത്. കൂടുതൽ യൂണിറ്റുകൾ ഈ സ്ഥലത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അത്രമാത്രം തീ ഇങ്ങോട്ട് വ്യാപിപ്പിച്ചിട്ടുണ്ട്. അലുമിനിയം ഷീറ്റിൻ്റെ മേൽക്കൂരയുള്ള കെട്ടിടമാണ് ഏറെക്കുറെ പൂർണ്ണമായും അഗ്നിക്ക് ഇരയായിരിക്കുന്നത്. ബിവറേജ് കോർപ്പറേഷൻ സംബന്ധിച്ച് ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രമാത്രം ഈ മദ്യം ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ഇതിനകത്ത് സംഭരിച്ചു വെച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എത്രമാത്രം ഈ മദ്യം സംഭരിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ വലിയ തോതിൽ അഗ്നിബാധയുണ്ടായി. ഉള്ളിൽ ഈ ആൽക്കഹോൾ കണ്ടന്റുള്ള ഉൽപ്പന്നങ്ങളായതിനാൽ തന്നെ അഗ്നി വലിയ തോതിൽ പടർന്നു പിടിക്കാനും കാരണമായി. അതാണ് വലിയൊരു അഗ്നിബാധയിലേക്ക് നയിച്ചത്. എന്തായാലും ഇവിടെ ഈ കെട്ടിടത്തോട് ചേർന്ന് വെൽഡിംഗ് വർക്ക് ഉൾപ്പെടെ നടന്നിരുന്നു. ഇതിൽ നിന്ന് സുരക്ഷാ വീഴ്ച മൂലം അഗ്നി ഇങ്ങോട്ട് പടർന്നതാണ് ഇത്തരത്തിൽ തീപിടുത്തത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ. എന്തായാലും നിലവിൽ ഫയർഫോഴ്സ് എത്തി ഈ തീ അണയ്ക്കാനുള്ള ഒരു തീവ്ര പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ അഗ്നിബാധയാണ്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ ഞെട്ടലാണ് ഉണ്ടാകുന്നത്. ഒരു കെട്ടിടം മുഴുവൻ അഗ്നി വിഴുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ അവിടെ നിന്ന് കാണുന്നത്. എന്തായാലും ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ലക്ഷങ്ങളുടെ നഷ്ടം തന്നെ ഈ അഗ്നിബാധയിലൂടെ ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. താങ്ക് യു. എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.